ഇന്ന് നമ്മൾ കേൾക്കുന്നത് നിങ്ങളെപ്പോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താൽപര്യമുള്ള ഒരാൾക്ക് വേണ്ടിയാണ് ഈ ഭാഗം തയ്യാറാക്കിയിരിക്കുന്നത്. അതെ, തീർച്ചയായും വളരെ കൗതുകകരമായ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശരിയാണ്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. മൈക്രോസ്കോപ്പുകളോ അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീനുകളോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടം. ആ കാലത്ത് ഗർഭപാത്രത്തിനുള്ളിലെ കൂരിരുട്ടിൽ ഒരു മനുഷ്യൻ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് ഒരു പുരാതന ഗ്രന്ഥം ഘട്ടം ഘട്ടമായി വിവരിക്കുന്നു. അതും ഇന്നത്തെ ആധുനിക മെഡിക്കൽ സയൻസിനെ പോലും അതിശയിപ്പിക്കുന്ന കൃത്യതയോടെ. കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? അതെ, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയുടെ ഓരോ മൈക്രോസ്കോപ്പിക് ഘട്ടങ്ങളും വളരെ സൂക്ഷ്മതയോടെ വരച്ചുകാട്ടുന്ന സൂറത്ത് അൽ മുഅ്മിനൂനിലെ 12 മുതൽ 14 വരെയുള്ള സുപ്രധാന വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഡീപ് ഡൈവിൽ പരിശോധിക്കാൻ പോകുന്നത്. അതായത് ഈ 3 വാക്യങ്ങളിലായി ഒളിഞ്ഞിരിക്കുന്ന മനുഷ്യ രൂപീകരണത്തിന്റെ കൃത്യവും വ്യക്തമായ ഘട്ടങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. അതെ, ഓക്കെ, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. സാധാരണഗതിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാതന ഗ്രന്ഥങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ ദാർശനിക തത്വങ്ങളോ മറ്റോ ആണ്. ശരിയാണ്, ഉപദേശങ്ങളോ ചരിത്രങ്ങളോ ഒക്കെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. എന്നാൽ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് വളരെ കൃത്യമായ ജീവശാസ്ത്രപരമായ ഒരു മെഡിക്കൽ ബ്ലൂ പ്രിന്റ് വായിക്കുന്നതിന് തുല്യമായ ഒന്നാണ്. അതായത് ഒരു മനുഷ്യനെ എങ്ങനെ നിർമ്മിക്കാമെന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ്. കൃത്യമായി പറഞ്ഞാൽ മനുഷ്യ ഭ്രൂണശാസ്ത്രം അഥവാ എംബ്രിയോളജി എന്ന ആധുനിക ശാസ്ത്രശാഖയുടെ കണ്ടെത്തലുകളുമായി തികച്ചും ചേർന്ന് നിൽക്കുന്ന ഒരു വിവരണമാണിത്. എംബ്രിയോളജിയുമായി തന്നെ. അതെ, ഇവിടെ ദാർശനികമായ കാര്യങ്ങൾക്കപ്പുറം തികച്ചും ഭൗതികമായ, എന്താ പറയാ, നമുക്ക് നിരീക്ഷണ വിധേയമാക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയയെക്കുറിച്ചാണ് ഈ സ്രോതസ് നമ്മളോട് സംസാരിക്കുന്നത്. അത് ശരി. അപ്പോ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ വികസിക്കുന്നു എന്ന് നോക്കുന്നതിന് മുൻപ് മനുഷ്യവംശത്തിന്റെ ഏറ്റവും ആദ്യത്തെ അടിസ്ഥാനപരമായ ഉത്ഭവത്തെക്കുറിച്ച് ഈ ഗ്രന്ഥം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും ആദ്യത്തെ ഘട്ടം അതാണല്ലോ. വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. അതായത് മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന്. പക്ഷേ ഒന്ന് നിൽക്കൂ, ഇതൊന്ന് വ്യക്തമാക്കാമോ? കളിമണ്ണിന്റെ സത്ത് എന്ന് പറയുമ്പോൾ ഇതൊരു സാധാരണ പുരാതന ഐതിഹ്യം പോലെ അല്ലേ തോന്നുന്നത്? അങ്ങനെ തോന്നാം. മിക്കവാറും എല്ലാ പ്രാചീന സംസ്കാരങ്ങളിലും മനുഷ്യനെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയെന്ന കഥകളുണ്ടല്ലോ. അപ്പോൾ ഇതിൽ എന്താണ് ഇത്ര ശാസ്ത്രീയമായുള്ളത്? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഒറ്റ നോട്ടത്തിൽ അതൊരു പ്രാചീന രൂപകമായി നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ സലാലത്തിൻ മിൻ തീൻ എന്ന അറബി പ്രയോഗത്തിന്റെ കൃത്യമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. സലാല അല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? ഇതിലെ സലാല എന്ന വാക്കിനർത്ഥം ഒരു വലിയ കാര്യത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അഥവാ സത്ത് എന്നാണ്. ഇംഗ്ലീഷിൽ എക്സ്ട്രാക്ട് എന്ന് പറയും. അപ്പോൾ വെറുതെ കുറച്ച് മണ്ണെടുത്ത് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി എന്നല്ലേ ആ വാക്യം പറയുന്നത്? അല്ലല്ല, ഒരിക്കലുമല്ല. ഇതിലെ ശാസ്ത്രീയത എന്താണെന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിന്റെ അടിസ്ഥാന രാസഘടന പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. അതായത് നമ്മുടെ ശരീരത്തിലെ മൂലകങ്ങൾ. അതെ, ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങി ഭൂമിയുടെ പുറന്തോടഥവാ ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്ന അതേ അടിസ്ഥാന മൂലകങ്ങൾ തന്നെയാണ് മനുഷ്യ ശരീരത്തിലും അടങ്ങിയിട്ടുള്ളത്. വാവ്, അത് ശരിയാണല്ലോ. ഭൂമിയിലെ മൂലകങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി വേർതിരിച്ചെടുത്ത ഒരു സത്തിൽ നിന്നാണ് മനുഷ്യന്റെ അടിസ്ഥാനം ആരംഭിക്കുന്നത് എന്ന് ഇത് അടിവരയിട്ട് പറയുന്നു. അതായത് വഴിയിൽ കിടക്കുന്ന വെറുമൊരു മണ്ണെടുത്ത് കുഴയ്ക്കുന്ന പണിയല്ല ഇത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ പ്രോസസ്സറുകൾ നിർമ്മിക്കുന്നതാണ് ഓർമ്മ വരുന്നത്. അതൊരു നല്ല ഉദാഹരണമാണ്. എങ്ങനെയെന്ന് പറയാമോ? ഒരു മൈക്രോ ചിപ്പ് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ വെറുതെ കുറച്ച് മണ്ണെടുത്ത് മെഷീനിൽ ഇടുകയല്ലല്ലോ ചെയ്യുന്നത്. മറിച്ച് ഭൂമിയിൽ നിന്ന് ഏറ്റവും ഗുണനിലവാരമുള്ള സിലിക്കണും മറ്റ് അപൂർവ മൂലകങ്ങളും വേർതിരിച്ചെടുത്ത് അഥവാ എക്സ്ട്രാക്ട് ചെയ്ത് അത് ശുദ്ധീകരിച്ചാണ് ആ ചിപ്പ് ഉണ്ടാക്കുന്നത്. അതെ, കൃത്യമാണ്. അപ്പോൾ മനുഷ്യന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും മികച്ച അസംസ്കൃത വസ്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ്. വളരെ കൃത്യമായ ഒരു അനലോഗിയാണത്. ആ അസംസ്കൃത വസ്തുക്കളുടെ സത്തിൽ നിന്നുള്ള മനുഷ്യന്റെ ഉത്ഭവത്തിന് ശേഷം ഈ വാക്യം വലിയൊരു കുതിച്ചുചാട്ടം നടത്തുകയാണ്. വലിയൊരു കുതിച്ചുചാട്ടമോ? എങ്ങോട്ട്? ഫോക്കസ് ചെയ്യുന്നു. വ്യക്തിപരമായ വളർച്ചയിലേക്ക് വരികയാണല്ലേ? അതെ, അതാണ് സുമ്മാ ജഅൽനാഹു നുത്ഫതൻ ഫീ ഹറാരിൻ മഖീൻ എന്ന് പറയുന്നത്. ഇതിൽ നുത്ഫ എന്ന അവസ്ഥയെക്കുറിച്ചും
അത് ഖറാർ മഖീൻ എന്ന സുരക്ഷിതമായ ഇടത്തിൽ സ്ഥാപിക്കപ്പെടുന്നതിനെയുമാണ് വിശദീകരിക്കുന്നത്. നുത്ഫ എന്നാൽ വളരെ ചെറിയ ഒരു തുള്ളി ജീവൻ എന്നല്ലേ അർത്ഥമാക്കുന്നത്? അതെ, ഒരു തുള്ളി. എനിക്കിവിടെ ഒരു സംശയമുണ്ട്. പുരുഷ ബീജം ഒരു തുള്ളിയാണ് എന്നത് അക്കാലത്തെ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ? ഒരു തുള്ളി ഗർഭപാത്രത്തിലെത്തുന്നു എന്നത് അത്ര വലിയ ശാസ്ത്രീയ വെളിപ്പെടുത്തലൊന്നും അല്ലല്ലോ. അവിടെയാണ് നമ്മൾ ആ വാക്യത്തിലെ രണ്ടാമത്തെ പ്രയോഗം ശ്രദ്ധിക്കേണ്ടത്. വെറുമൊരു തുള്ളി എന്നല്ല പറയുന്നത്. ആ തുള്ളിയെ ഖറാർ മഖീൻ, അതായത് വളരെ ദൃഢമായി ഉറപ്പിക്കപ്പെട്ട അങ്ങേയറ്റം സുരക്ഷിതമായ ഒരു വിശ്രമ കേന്ദ്രത്തിൽ സ്ഥാപിക്കുന്നു എന്നാണ്. അങ്ങേയറ്റം സുരക്ഷിതമായ ഇടം. അതെ, ജീവശാസ്ത്രപരമായി ഇതൊരു വലിയ അത്ഭുതമാണ്. കാരണം സ്ത്രീ ശരീരത്തിലേക്കെത്തുന്ന ദശലക്ഷക്കണക്കിന് ബീജങ്ങൾക്ക് അതൊരു വലിയ പോരാട്ടമാണ്. അസിഡിക്കായ സാഹചര്യങ്ങൾ, വെളുത്ത രക്താണുക്കളുടെ ആക്രമണം, ഇങ്ങനെ വലിയൊരു ശതമാനം ബീജങ്ങളും അവിടെ നശിച്ചു പോകുന്നു. അതെ, അതൊരു വലിയ സർവൈവൽ റേസ് തന്നെയാണ്. തീർച്ചയായും. ഒടുവിൽ ഒരു ബീജം മാത്രം അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡം അഥവാ സൈഗോട്ട് രൂപപ്പെടുന്നു. എന്നാൽ അവിടെയും തീർന്നില്ല കേട്ടോ. പിന്നെന്താണ്? ഈ രൂപപ്പെട്ട ഭ്രൂണം ഗർഭാശയഭിത്തിയിൽ കൃത്യമായി സ്ഥാപിക്കപ്പെട്ടില്ലെങ്കിൽ, അതായത് ഇംപ്ലാന്റേഷൻ നടന്നില്ലെങ്കിൽ, അത് നഷ്ടപ്പെട്ടു പോകും. ആധുനിക അനാട്ടമിയിൽ ഒരു ഗർഭപാത്രം എത്രത്തോളം സങ്കീർണവും സുരക്ഷിതവുമായ ഒരു കോട്ടയാണെന്ന് നിങ്ങൾക്കറിയാമോ? വളരെ സെൻസിറ്റീവായ ഒരു അവയവാണത്, അല്ലേ? അതെ. അമ്മയുടെ ശരീരത്തിലെ പേശികൾക്കും അസ്ഥികൾക്കുമിടയിൽ പുറത്തുനിന്നുള്ള യാതൊരു ആഘാതങ്ങളും ഏൽക്കാതെ കൃത്യമായ താപനില നിലനിർത്തുന്ന ആ ഗർഭാശയഭിത്തിയെ സൂചിപ്പിക്കാൻ ഖറാർ മഖീൻ എന്നതിനേക്കാൾ മികച്ച മറ്റൊരു വാക്കില്ല. വൗ! ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നാം ഇതൊരു സാധാരണ പ്രക്രിയയാണെന്ന്. പക്ഷേ ഞാൻ ഇതിനെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. എങ്ങനെയാണ്? ഒരു ബഹിരാകാശ പേടകം ഭൂമിയിൽ നിന്നും പുറപ്പെട്ട് വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും ഉൽക്കാവർഷങ്ങളിലൂടെയും സഞ്ചരിച്ച് ഒടുവിൽ മറ്റൊരു ഗ്രഹത്തിലെ ഏറ്റവും സുരക്ഷിതമായ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഒരു ലാൻഡിംഗ് പാഡിൽ കൃത്യമായി വന്നിറങ്ങുന്നത് പോലെയാണത്. അതെ, നല്ലൊരു താരതമ്യം. ലാൻഡിംഗ് പാഡിൽ കൃത്യമായി ഉറപ്പിച്ചില്ലെങ്കിൽ മിഷൻ പരാജയപ്പെടും. ആ ലാൻഡിംഗ് പാഡാണ് ഈ പറയുന്ന ഗർഭാശയ ഭിത്തി. എന്തൊരു കൃത്യതയാണിത്! അതെ, ആ സുരക്ഷിതമായ ഇടത്ത് വെച്ചാണ് പിന്നീട് ശരിക്കും വിസ്മയിപ്പിക്കുന്ന ഘടനാപരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിന്റെ മെക്കാനിസം, അതായത് എങ്ങനെ അത് സംഭവിക്കുന്നു എന്ന് തൊട്ടടുത്ത വാക്യം വിവരിക്കുന്നു. ആ 14ാമത്തെ വാക്യം അല്ലേ? അതെ. സുമ്മാ ഹലക്കനൻ നുത്ഫത അലക്കൻ ഫഹലക്കനൽ അലക്കം മുദ്ഗതൻ ഫഹലക്കനൽ മുദ്ഗത ഇദാമൻ ഫകസൗനൽ ഇദാമ ലഹ്മ. ഇത് കേവലം വളരുന്നു എന്ന് പറയുകയല്ല, പിന്നെയോ മറിച്ച് ആ വളർച്ചയുടെ മൈക്രോസ്കോപ്പിക് രൂപമാറ്റങ്ങളെ കൃത്യമായി പേരിട്ട് വിളിക്കുകയാണ്. ഇത് ശരിക്കും രസകരമായ ഭാഗമാണ്. ഈ വാക്യത്തിൽ ആദ്യം പറയുന്നത് ആ നുത്ഫ അഥവാ തുള്ളി ഒരു അലക്കയായി മാറുന്നു എന്നാണ്. അതെ, അലക്ക. ഞാൻ വായിച്ചെടുത്തതനുസരിച്ച് അലക്ക എന്ന് പറഞ്ഞാൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒന്ന്, അല്ലെങ്കിൽ ഒരു ജലൂക്ക്, അതായത് അട്ട എന്നാണ്. ശരിയാണ്. ഒന്ന് നിൽക്കൂ, ഒരു ഭ്രൂണത്തെ അട്ടയോട് ഉപമിക്കുന്നത് കുറച്ച് കടന്ന കൈയല്ലേ? കേൾക്കുമ്പോൾ തന്നെ ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? കേൾക്കുമ്പോൾ അതിശയകരമായി തോന്നാമെങ്കിലും ബയോളജിക്കലി നോക്കുമ്പോൾ അതാണ് ഏറ്റവും കൃത്യമായ വാക്ക്. ഭ്രൂണം ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിക്കുന്ന ആ ഇംപ്ലാന്റേഷൻ പ്രക്രിയയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അതെ, ലാൻഡിംഗ് പാഡിൽ ഉറപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഭ്രൂണത്തിൽ നിന്ന് സിൻസിഷ്യോട്രോഫോബ്ലാസ്റ്റ് എന്നറിയപ്പെടുന്ന വേരുകൾ പോലെയുള്ള ഘടനകൾ ഗർഭാശയ ഭിത്തിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. എന്നിട്ട് ഒരു അട്ട രക്തം വലിച്ചു കുടിക്കുന്നത് പോലെ മാതാവിന്റെ രക്തക്കുഴലുകളിൽ നിന്ന് ഭ്രൂണം നേരിട്ട് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ തുടങ്ങുന്നു. കാഴ്ചയിലും ഈ ഘട്ടത്തിലുള്ള ഭ്രൂണം ഒരു അട്ടയെ പോലെയാണ് ഇരിക്കുന്നത്. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ശരിക്കും അട്ടയെ പോലെ ഇരിക്കുമോ? അതെ, കൃത്യമായി. അതുമാത്രമല്ല, അലഖ എന്ന വാക്കിന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് അഥവാ തൂങ്ങിക്കിടക്കുന്നത് എന്നൊരർത്ഥം കൂടിയുണ്ട്. ഗർഭപാത്രത്തിൽ അമ്നിയോട്ടിക് ദ്രാവകത്തിൽ പൊക്കിൾക്കൊടി വഴി തൂങ്ങിക്കിടക്കുന്ന ഭ്രൂണത്തിന്റെ അവസ്ഥയെ ഇതിലും കൃത്യമായി എങ്ങനെ വർണ്ണിക്കാനാണ്? ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കി ഒരു മെഡിക്കൽ പ്രൊഫസർ ക്ലാസ് എടുക്കുന്നത് പോലെയാണ് എനിക്കിപ്പോ തോന്നുന്നത്. അതെ, അത്രയും കൃത്യമാണ്. അപ്പോൾ കാഴ്ചയിലും അതിന്റെ പ്രവർത്തനത്തിലും അത് കൃത്യമായി ഒരു അട്ടയെ പോലെയാണ്. ഇത് കേൾക്കുന്ന ശ്രോതാവെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 7ാം നൂറ്റാണ്ടിലെ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരാൾക്ക് അമ്മയുടെ വയറ്റിലെ ഭ്രൂണത്തിന്റെ ഈ മൈക്രോസ്കോപ്പിക് സ്വഭാവം എങ്ങനെ അറിയാനാണ്? അത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതെ, ഓക്കെ. അപ്പോൾ അടുത്ത ഘട്ടം എന്താണ്? അടുത്തതായി
ആ അലഖ ഒരു മുദ്ഗ ആകുന്നു എന്ന് പറയുന്നു. മുദ്ഗ എന്നതിനർത്ഥം ചവച്ചരച്ചതുപോലെയുള്ള ഒരു മാംസപിണ്ഡം എന്നാണ്. ചവച്ചരച്ച മാംസമോ? അതെ, ഇംഗ്ലീഷിൽ ചൂട് ലംപ് എന്ന് പറയും. ഒരു കഷ്ണം ചൂയിങ്കം നമ്മൾ ചവച്ചു തുപ്പിയാൽ അതിൽ നമ്മുടെ പല്ലിന്റെ പാടുകൾ കാണില്ലേ? കൃത്യമായി ആ ഒരു അവസ്ഥ. വീണ്ടും അതേ ചോദ്യം ചോദിക്കുകയാണ്. ഒരു മനുഷ്യ കുഞ്ഞു രൂപപ്പെടുന്നതിനെ പല്ലിന്റെ പാടുകളുള്ള ചവച്ചരച്ച മാംസത്തോട് എന്തിനാണ് ഉപമിക്കുന്നത്? കേൾക്കുമ്പോഴെന്തോ പോലെ തോന്നുന്നില്ലേ? ഇതിന്റെ ജീവശാസ്ത്രപരമായ മെക്കാനിസം അറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഭ്രൂണത്തിന് ഏകദേശം 4 ആഴ്ച പ്രായമാകുമ്പോൾ അതിന്റെ വലിപ്പം കേവലം 4-5 മില്ലിമീറ്റർ മാത്രമായിരിക്കും. വളരെ ചെറുതാണ്. അതെ, ഈ സമയത്ത് ഭ്രൂണത്തിന്റെ പുറകുവശത്ത്, അതായത് ഭാവിയിൽ നട്ടെല്ല് വരുന്ന ഭാഗത്ത്, സൊമൈറ്റുകൾ എന്ന് വിളിക്കുന്ന ചെറിയ ചെറിയ തടങ്ങൾ അഥവാ ബ്ലോക്കുകൾ രൂപപ്പെടാൻ തുടങ്ങും. ഓ, ഈ സൊമൈറ്റുകളിൽ നിന്നാണോ എല്ലുകൾ ഉണ്ടാകുന്നത്? അതെ, ഈ സൊമൈറ്റുകളിൽ നിന്നാണ് പിന്നീട് നട്ടെല്ലും പേശികളും ഒക്കെ ഉണ്ടാകുന്നത്. ഒരു മൈക്രോസ്കോപ്പിലൂടെ ഈ 4 ആഴ്ച പ്രായമുള്ള ഭ്രൂണത്തെ നോക്കിയാൽ ഈ സൊമൈറ്റുകൾ കാണാൻ കൃത്യമായി ഒരു മാംസകഷ്ണത്തിൽ പല്ലുകൾ അമർന്നിരിക്കുന്ന പാടുകൾ പോലെയാണ് അനുഭവപ്പെടുക. ഓ, അപ്പോൾ അതാണ് ആ പല്ലിന്റെ പാടുകൾ. അതെ, മാത്രമല്ല അസ്ഥികളില്ലാത്ത ഒരു മൃദുവായ മാംസകഷ്ണമാണത്. അതുകൊണ്ടാണ് അതിനെ മുദ്ദക അഥവാ ചവച്ചരച്ച മാംസപിണ്ഡം എന്ന് വിളിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും അത്ഭുതം തോന്നുന്നില്ലേ? ഏതാനും മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ഭ്രൂണത്തിലെ ഘടനയെ ചവച്ചരച്ച മാംസപിണ്ഡമെന്ന് വിളിക്കുന്നത് അവിശ്വസനീയമാണ്. തീർച്ചയായും. സ്കാനിംഗ് മെഷീനുകൾ ഇല്ലാത്ത കാലത്ത് ഇതൊരു വെറും ഭാവനയാണെന്ന് കരുതിയവർക്ക് ഇന്നത്തെ സയൻസ് കൃത്യമായ ഉത്തരം നൽകുന്നു. ഇനി ഇതിനു ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഈ മാംസപിണ്ഡത്തിൽ നിന്നുള്ള അടുത്ത മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ നിന്ന് ഇദാം അഥവാ അസ്ഥികൾ ഉണ്ടാകുന്നു. അവസാനമായി ആ അസ്ഥികളെ മാംസം കൊണ്ട്, അതായത് ലഹ്മ കൊണ്ട് പൊതിയുന്നു എന്നാണ് വാക്യം പറയുന്നത്. അതായത് ആദ്യം അസ്ഥികൾ, പിന്നെ മാംസം. അതെ, എംബ്രിയോളജിയിലെ മീസോഡം ഡിഫറൻഷിയേഷൻ എന്ന പ്രക്രിയയാണിത്. ഭ്രൂണത്തിലെ കോശങ്ങൾ പല ലെയറുകളായി തിരിയുകയും അതിൽ ആദ്യം തരുണാസ്ഥികൾ അഥവാ കാർട്ടിലേജ് രൂപപ്പെട്ട് ഒരു അസ്ഥികൂടത്തിന്റെ ഫ്രെയിംവർക്ക് ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ അസ്ഥികളുടെ മാതൃക പൂർത്തിയായതിനു ശേഷം മാത്രമാണ് മയോബ്ലാസ്റ്റുകൾ എന്നറിയപ്പെടുന്ന പേശീകോശങ്ങൾ ആ അസ്ഥികൾക്ക് ചുറ്റും വന്ന് പൊതിയുന്നത്. അതായത് അസ്ഥികൾ ആദ്യം, മാംസം രണ്ടാമത്. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു പ്രക്രിയയാണ്. ഇതൊരു ടൈം ലാപ്സ് 3D പ്രിന്റിംഗ് വീഡിയോ കാണുന്നത് പോലെയാണ്. 3D പ്രിന്റിംഗ് എങ്ങനെയാണ്? അതായത് ഒരു സങ്കീർണമായ സ്ട്രക്ചർ 3D പ്രിന്റ് ചെയ്യുമ്പോൾ ആദ്യം അത് ഉള്ളിലെ ഉറപ്പുള്ള ഫ്രെയിം അഥവാ സ്കാഫോൾഡിംഗ് ആണ് നിർമ്മിക്കുക. നമ്മുടെ ശരീരത്തിലെ അസ്ഥികളാണ് ആ സ്കാഫോൾഡിംഗ്. ശരിയാണ്. അത് പൂർത്തിയായ ശേഷം മാത്രം ആ 3D പ്രിന്റർ അതിനു മുകളിൽ ഭിത്തികൾ, അതായത് മാംസപേശികൾ പണിയുന്നു. അസ്ഥിയും മാംസവും ഒരുമിച്ചല്ല ഉണ്ടാകുന്നത് എന്ന ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറാണ് ഇതിലെ ഹൈലൈറ്റ്. തീർച്ചയായും ആ ക്രമീകരണം വളരെ കൃത്യമാണ്. അസ്ഥികൾ രൂപപ്പെട്ടതിന് ശേഷം മാംസം കൊണ്ട് അവയെ പൊതിയുന്നു എന്ന വാചകം ശാരീരിക നിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ ഒരു മനുഷ്യ ശരീരത്തിന്റെ ഭൗതികമായ നിർമ്മാണം ഏറെക്കുറെ പൂർണ്ണമാകുകയാണ്. അതെ, ഇതുവരെ നമ്മൾ സംസാരിച്ചത് തികച്ചും ഒരു മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് പോലെയായിരുന്നു. ബയോളജി, അനാറ്റമി, സെൽ ഡിവിഷൻ എല്ലാം ഭയങ്കര സയന്റിഫിക് ആണ്. അതെ, പൂർണ്ണമായും ഭൗതികമായ കാര്യങ്ങൾ. എന്നാൽ പെട്ടെന്ന് ഇവിടെ വെച്ച് ഈ വാക്യം വലിയൊരു ഗിയർ ഷിഫ്റ്റിംഗ് നടത്തുകയാണ്. 14-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം നമ്മെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു അന്തിമ ഘട്ടം കൂടിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാക്യം തുടരുകയാണ്. സുമ്മ അൻഷഅ്നാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതെ, വളരെ മനോഹരമായ ഒരു വരിയാണിത്. അതായത് പിന്നീട് അവനെ മറ്റൊരു സൃഷ്ടിയായി രൂപപ്പെടുത്തുന്നു എന്ന് പറയുന്നു. എനിക്ക് മനസ്സിലാകാത്തത്, ഇത്രയേറെ ജീവശാസ്ത്രപരമായ വിശദീകരണങ്ങൾക്ക് ശേഷം ഈ മറ്റൊരു സൃഷ്ടി അഥവാ അനദർ ക്രിയേഷൻ എന്നു പറയുന്നത് ശരിക്കും എന്തിനെയാണ് അർത്ഥമാക്കുന്നത്? ഭൗതികമായ ഒന്നിനെക്കുറിച്ചുള്ള ചർച്ചയിൽ നിന്ന് തികച്ചും അസ്തിത്വപരമായ ഒരു കാര്യത്തിലേക്കുള്ള മാറ്റമാണിത്. അസ്തിത്വപരമെന്ന് വെച്ചാ ഇതുവരെ നമ്മൾ കണ്ടത് ജീവശാസ്ത്രപരമായ ഒരു വളർച്ചയാണ്. തുള്ളി, രക്തപിണ്ഡം, മാംസപിണ്ഡം, അസ്ഥി, മാംസം, ഇതെല്ലാം ഒരു ജൈവ ശരീരത്തിന്റെ ഓട്ടോമേറ്റഡ് ആയ നിർമ്മാണമാണ്. അതെ, സത്യം പറഞ്ഞാൽ
ഈ ഘട്ടം വരെ ഒരു മനുഷ്യഭ്രൂണവും മറ്റു പല സസ്തനങ്ങളുടെ ഭ്രൂണവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. ഓ, അങ്ങനെയാണോ? അതെ. എന്നാൽ കേവലം അസ്ഥിയും മാംസവുമുള്ള ആ ഒരു ജൈവ ശരീരത്തിൽ നിന്ന് ചിന്തയും ബോധവും വികാരങ്ങളുമുള്ള ഒരു സ്വതന്ത്ര മനുഷ്യനായുള്ള പരിവർത്തനത്തെയാണ് ഈ മറ്റൊരു സൃഷ്ടി എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. അവനിൽ ആത്മാവ് സന്നിവേശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യനാകുന്നത്. തീർച്ചയായും. വെറുമൊരു മാംസപിണ്ഡത്തിൽ നിന്ന് ചിന്തിക്കാനും ഭാഷ ഉപയോഗിക്കാനും കലകൾ ആസ്വദിക്കാനും പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാനും കഴിവുള്ള തികച്ചും സവിശേഷമായ ഒരു മനുഷ്യൻ. ഒരുപക്ഷെ സയൻസിന് ഇന്നും പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയാത്ത ബോധം അഥവാ കോൺഷ്യസ്നെസ് ഉണ്ടാകുന്ന ആ നിമിഷം. എനിക്കിത് കേൾക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധിപ്പിച്ച് ഒരു ഉദാഹരണം പറയാനാണ് തോന്നുന്നത്. കാരണം ജീവശാസ്ത്രവും അസ്തിത്വവും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് വ്യക്തമാകുന്നത്. തീർച്ചയായും, പറയൂ. അതായത് അതുവരെ ഗർഭപാത്രത്തിൽ സംഭവിച്ചത് ഒരു മികച്ച ഹാർഡ്വെയർ അസംബ്ലിംഗ് ആണ്. 3D പ്രിന്റർ ഉപയോഗിച്ച് പ്രോസസറും റാമും മദർബോർഡും സർക്യൂട്ടുകളും എല്ലാം കൃത്യമായി ഫിറ്റ് ചെയ്തു. ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ ഘടന അവിടെ പൂർണ്ണമായി നിൽപ്പുണ്ട്. അതെ, പക്ഷേ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താലും അതിൽ ജീവനില്ല. കാരണം അതിലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് ആദ്യമായി സിസ്റ്റം ബൂട്ട് ചെയ്യുന്ന ആ ഒരു നിമിഷമില്ലേ, അതാണ് ഈ മറ്റൊരു സൃഷ്ടി. ഹാർഡ്വെയർ എത്ര പെർഫെക്റ്റ് ആണെങ്കിലും ആ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ അതിന് യാതൊരു വിലയുമില്ല. അസ്ഥിയും മാംസവുമുള്ള ഒരു ശരീരത്തിലേക്ക് ചിന്തയുമുള്ളൊരു വ്യക്തിത്വം കടന്നു വരുമ്പോഴാണ് അവൻ ശരിക്കും മനുഷ്യനാകുന്നത്. വളരെ ചിന്തോദ്ദീപകമായ ഒരു അനലോഗിയാണത്. ജീവശാസ്ത്രത്തിന്റെ പരിമിതികൾ അവസാനിക്കുകയും മനുഷ്യന്റെ തനിമ തുടങ്ങുകയും ചെയ്യുന്നത് അവിടെയാണ്. അതെ. അതിനാലാണ് വെറുമൊരു ശരീര നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞ വാക്യം ഒടുവിൽ അവനെ മറ്റൊരു സൃഷ്ടിയായി ഉയർത്തിക്കൊണ്ട് ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനാകുന്നു എന്ന മനോഹരമായ പ്രഖ്യാപനത്തോടെ അവസാനിക്കുന്നത്. ആ പൂർണ്ണതയുടെ അവിശ്വസനീയമായ സൗന്ദര്യം അവിടെയാണ് വെളിപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ അതിശയകരമായ യാത്രയുടെ രത്നച്ചുരുക്കം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഭൂമിയിലെ അപൂർവ മൂലകങ്ങളടങ്ങിയ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് തുടങ്ങി മാതാവിന്റെ ഗർഭപാത്രം എന്ന ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചെത്തുന്ന സുരക്ഷിതമായ ഇടത്തിലെ ഒരു തുള്ളിയായി അത് മാറി. ആ യാത്ര അവിടെ തുടങ്ങുന്നു. പിന്നീട് ഗർഭാശയ ഭിത്തിയിൽ ഒരു അട്ടയെ പോലെ പറ്റിപ്പിടിക്കുന്ന രക്തപിണ്ഡമായും ശേഷം പല്ലിന്റെ പാടുകളുള്ള ചവച്ചരച്ചതുപോലുള്ള മാംസപിണ്ഡമായും അത് വികസിച്ചു. അതെ, അലഖയും മുദ്ഗയും. അതിൽ നിന്ന് കൃത്യമായ ക്രോണോളജിക്കൽ ഓർഡറിൽ ഉറപ്പുള്ള അസ്ഥികൾ രൂപപ്പെടുകയും ആ അസ്ഥികളെ മാംസം കൊണ്ട് ഭംഗിയായി പൊതിയുകയും ചെയ്തു. ഒടുവിൽ കേവലം ഒരു മൃഗശരീരത്തിൽ നിന്ന് ബോധവും ചിന്തയുമുള്ള പൂർണ്ണമായ മറ്റൊരു സൃഷ്ടിയായി അത് രൂപാന്തരപ്പെടുന്നു. ശരിക്കും നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട, എന്നാൽ ഇന്നത്തെ ആധുനിക മെഡിക്കൽ സയൻസിനെ പോലും ഞെട്ടിക്കുന്ന ഒരു സയന്റിഫിക് മാനുവൽ തന്നെയാണിത്. തീർച്ചയായും. മനുഷ്യരൂപീകരണത്തെക്കുറിച്ചുള്ള കേവലമായൊരു വിവരണമല്ല ഇത്. മറിച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും സങ്കീർണമായ എഞ്ചിനീയറിംഗിന്റെ കൃത്യമായ പകർപ്പാണ് ഈ വാക്യങ്ങൾ നൽകുന്നത്. ശ്രോതാവേ, നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പ്രപഞ്ചത്തിലെ മറ്റാരേക്കാളും ഈ വിഷയവുമായി നിങ്ങൾക്ക് വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. അതെ, ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും കഥയാണിത്. കാരണം അടുത്ത തവണ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കേവലമായ ഒരു രൂപം മാത്രമല്ല കാണുന്നത്. കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ ചരിത്രമുള്ള ഏറ്റവും സൂക്ഷ്മമായ എഞ്ചിനീയറിംഗിലൂടെ കടന്നുവന്ന ഒരു മഹാത്ഭുതമാണ് നിങ്ങൾ. തീർച്ചയായും. ഈ കേൾക്കുന്ന നിങ്ങളും സംസാരിക്കുന്ന ഞങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ഭൂമിയിലെ ഓരോ മനുഷ്യനും കടന്നു വന്നത് ഇതേ കൃത്യമായ അതികഠിനമായ ഘട്ടങ്ങളിലൂടെയാണ്. ഇത് നമ്മൾ മനുഷ്യർ തമ്മിലുള്ള ആഴത്തിലുള്ളതും മനോഹരവുമായ ഒരു സമാനതയെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ സംസാരിക്കുന്ന ഭാഷയോ രാഷ്ട്രീയമോ ദേശമോ എത്ര വ്യത്യസ്തമാണെങ്കിലും നമ്മുടെ എല്ലാം തുടക്കവും നിർമ്മാണ ഘട്ടങ്ങളും ഒന്നാണ്. വളരെ ശരിയായ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഈ ആഴത്തിലുള്ള അന്വേഷണം അവസാനിക്കുന്നതിന് മുൻപ് ഒരു കാര്യം നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ. നമ്മൾ അവസാനം സംസാരിച്ച ആ മറ്റൊരു സൃഷ്ടി എന്ന പ്രയോഗത്തെക്കുറിച്ച് ഓർക്കുക. നിങ്ങളുടെ കേവലമായ ശാരീരിക വളർച്ച ഇത്രയും കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും യാതൊരു തെറ്റും സംഭവിക്കാതെ മുന്നോട്ടു പോയ ഒന്നാണെങ്കിൽ, നിങ്ങളെ ശരിക്കും നിങ്ങളാക്കി മാറ്റുന്ന നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ഓർമ്മകൾ തുടങ്ങിയ ഭൗതികമല്ലാത്ത കാര്യങ്ങളുടെ സങ്കീർണത എത്രത്തോളമായിരിക്കും? അതൊരു വലിയ ചോദ്യമാണ്.
ആ ഹാർഡ്വെയറിനേക്കാൾ എത്രയോ മടങ്ങ് അത്ഭുതകരമാണ് അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ. ആദിമമായ ആ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് തുടങ്ങി ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ബോധമുള്ള ഈ വിസ്മയകരമായ രൂപത്തിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തിയെന്നത് ചിന്തിക്കുന്നത് തന്നെ രോമാഞ്ചമുണ്ടാക്കുന്ന ഒന്നല്ലേ? ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ചിന്തകളും നിങ്ങൾക്ക് സ്വന്തമായി തുടരാവുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലെ അവിശ്വസനീയമായ ആ മറ്റൊരു സൃഷ്ടിയെ തിരിച്ചറിയുക. പുതിയൊരു വിഷയവും പുതിയൊരു അന്വേഷണവുമായി നമുക്ക് വീണ്ടും കാണാം. കറക്റ്റായി ചിന്തിക്കുക, അന്വേഷണം തുടരുക.